Solution of a system of equations. Consistent system. A system of equations is said to be consistent if its solution exists. അതായത് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കൺസിസ്റ്റൻറ്റ് സിസ്റ്റം. ഇനി അതിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. Now consider the system of equations a1x plus b1y plus c1z equal to d1, a2x plus b2y plus c2z equal to d2, a3x plus b3y plus c3z equal to d3. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കാണണം നമുക്ക് യൂസിങ് ഡിറ്റർമിനൻറ്റ്സ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നതിനെ മെട്രിക്സിൻ്റെ ഫോമിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതിന് ഇതിലെ ഫസ്റ്റ് ഇക്വേഷനിലെ കോഎഫിഷ്യൻസ് നോക്കുക, a1 b1 c1. രണ്ടാമത്തെ ഇക്വേഷനിലെ കോഎഫിഷ്യൻസ് a2 b2 c2. മൂന്നാമത്തേതിൽ a3 b3 c3. ഈ മൂന്ന് സെറ്റ് കോഎഫിഷ്യൻസിനെ നമ്മൾ 3 റോസ് ആക്കി മാറ്റി എഴുതുന്നു. അപ്പോൾ കിട്ടുന്ന മെട്രിക്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ a കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ വരുന്ന ഇതിൽ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന വേരിയബിൾസ് ആണ്. അതിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് പറയുന്ന കോളം മെട്രിക്സ് ആയി മാറ്റി എഴുതുന്നു. ഈ d1 d2 d3 എന്ന് പറയുന്ന കോൺസ്റ്റൻസിനെ b എന്ന് പറയുന്ന മെട്രിക്സ് ആയി എഴുതുന്നു. ദാറ്റ് ഈസ് ലെറ്റ് a ഈക്വൽ ടു a1 b1 c1, a2 b2 c2, a3 b3 c3, x ഈക്വൽ ടു കോളം മെട്രിക്സ് എക്സ് വൈ സെറ്റ്, b ഈക്വൽ ടു കോളം മെട്രിക്സ് d1 d2 d3. Then the given system can be expressed as ax equal to b. അതായത് a1 b1 c1, a2 b2 c2, a3 b3 c3 into matrix xyz equal to d1 d2 d3. അതായത് നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസും ഈ മെട്രിക്സ് ഇക്വേഷനും ഇക്വിവാലൻ്റ് ആണ്, സെയിം ആണ്. അതിൻ്റെ കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നെയാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് റോയും ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്താൽ a1x plus b1y plus c1z ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് d1. അടുത്ത റോയും കോളവും മൾട്ടിപ്ലൈ ചെയ്താൽ a2x plus b2y plus c2z ഈക്വൽ ടു d2. അടുത്തത് a3x plus b3y plus c3z ഈക്വൽ ടു d3. ഇത് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇനി ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഡിറ്റർമിനൻ്റ് ഓഫ് എ, അതായത് കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണോ എന്ന് നോക്കുക. ഇഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ദെൻ ദ സൊല്യൂഷൻ എക്സിസ്റ്റ്, ദാറ്റ് ഈസ് ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ദ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇപ്പോൾ എക്സ് നിങ്ങൾക്കറിയാം ഈ മെട്രിക്സ് ആണ്, വേരിയബിൾ മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ആണ്. കോൺസ്റ്റൻറ്റ് അതായത് ആ റൈറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സ് എഴുതിയ മെട്രിക്സ് ആണ്. എക്സ് ഈക്വൽ ടു, അതായത് ഈ വേരിയബിൾസിൻ്റെ വാല്യൂ കാണുന്ന എന്ത് ചെയ്താൽ മതി, എ ഇൻവേഴ്സ് ഇൻറ്റു ബി ചെയ്യണം. എങ്ങനെയാണ് എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. നൗ ഒരു ക്വസ്റ്റ്യൻ, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 2x plus 5y equal to 1, 3x plus 2y equal to 7. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതിൽ 3 സെറ്റ് ഇക്വേഷൻ ആണ് ഉണ്ടായിരുന്നത്. അതേപോലെ 3 വേരിയബിൾസ് എക്സ് വൈ സെഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ 2 ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ, 2 വേരിയബിൾസും ആണ്. അപ്പോൾ 2 വേരിയബിൾസ് ആണെങ്കിൽ 2 ഇക്വേഷൻ ആയിരിക്കും, 3 വേരിയബിൾസ് ആണെങ്കിൽ 3 ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനനുസരിച്ച് മെട്രിക്സിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതണം. ആദ്യം എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക, പിന്നെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക, പിന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണം. എ എന്തായിരുന്നു? ഈ ഇക്വേഷനിൽ വരുന്ന കോഎഫിഷ്യൻസ് ആണ് എ. കോഎഫിഷ്യൻസ് മെട്രിക്സ് ഫോമിൽ എഴുതിയാൽ കിട്ടുന്നതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. വേരിയബിൾസ് ആണ് എക്സ് ആയിട്ട് മാറ്റി എഴുതുന്നത്. ഈ റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റൻസ് ആണ് ബി എന്ന് പറയുന്ന മെട്രിക്സ് ആയി മാറുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കോഎഫിഷ്യൻസ് 2 5 അത് ഫസ്റ്റ് റോ, 3 2 സെക്കൻഡ് റോ, അതാണ് എ. അടുത്ത വേരിയബിൾസ് എക്സും വൈ മാത്രമാണ്. അപ്പോൾ കോളം മെട്രിക്സ് എക്സ് വൈ. അടുത്തത് ബി ഈക്വൽ ടു 1 7, കോളം മെട്രിക്സ് 1 7. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിറ്റർമിനൻ്റ് ഓഫ് എ നോൺ സീറോ ആണോ എന്ന് നോക്കണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 2 × 2 - 3 × 5 equal to 4 - 15 equal to -11.
not equal to 0. Therefore the solution exists and is given by x equal to A inverse into B, where A inverse equal to adjoint of A divided by determinant of A. അപ്പോൾ adjoint of A, order 2 മെട്രിക്സിൻ്റെ adjoint of A കാണാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ഡയഗണൽസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക, രണ്ടാമത്തെ ഡയഗണലിലത്തെ എലമെൻറ്റ്സ് മൈനസ് കൂടി കൊടുക്കുക അതിന്. അതായത് 2ഉം 2ഉം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അത് തന്നെ കിട്ടും. 5ന് പകരം -5 എഴുതണം, 3ക്ക് പകരം -3 എഴുതുക. adjoint of A കിട്ടി, determinant of A കിട്ടി. therefore A inverse equal to 1 by determinant of A എന്ന് പറഞ്ഞാൽ 1 by -11 into matrix 2 -5 -3 2. therefore x equal to A inverse into B equal to 1 by -11 into matrix 2 -5 -3 2 into B എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 1 2 -35. അടുത്തത് സെക്കൻഡ് റോയും ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 + 14 that is -33 11 എന്ന് കിട്ടും. ഔട്ട്സൈഡ് 1 by -11. അപ്പോൾ -11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -33യെ -11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 11നെ -11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1. that is x equal to matrix 3 -1. that is xy equal to 3 -1. therefore x equal to 3, y equal to -1. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ദ സിസ്റ്റം 3x - 2y + 3z = 8, 2x + y - z = 1, 4x - 3y + 2z = 4 ബൈ മെട്രിക്സ് മെത്തേഡ്. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് മെട്രിക്സ് മെത്തേഡ്. അപ്പോൾ ഇതിൽ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്, 3 വേരിയബിൾസും ഉണ്ട്, എക്സും വൈയും സെഡും ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ മെട്രിക്സിലേക്ക് മാറ്റണം. ആദ്യം എഴുതേണ്ട മെട്രിക്സ് എ, രണ്ടാമത് എക്സ്, മൂന്നാമത് ബി. ആദ്യം എക്സ് കിട്ടുന്നത് എങ്ങനെയാണ്, കോൺസ്റ്റൻറ്റ് ടേംസ് ഓരോ ഇക്വേഷനിൽ. ഇതിൽ വരുന്നത് 3ഉം -2 3, ഇതിൽ 2, ഇത് 1y ആണ്, അപ്പോൾ 1, ഇത് -1z ആണ്, അപ്പോൾ -1 2 1 -1, ഇതിൽ 4 -3 2. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റോ ആയി വരുന്നത്. അടുത്തത് എക്സ് വൈ സെറ്റ്, അത് കോളം മെട്രിക്സ് ആയി എഴുതണം, അതാണ് എക്സ്. അടുത്തത് കോൺസ്റ്റൻറ്റ് ടേംസ് 8 1 4, അതാണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിറ്റർമിനൻ്റ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് റോ വെച്ച് ഞാൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ 3 × 2 - 3 -2 × 4 - -4 plus 3 × -6 - 4 that is equal to -17 എന്ന് കിട്ടും. നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ x equal to A inverse into B, where A inverse equal to adjoint of A divided by determinant of A. ഇനി ഇതിൽ adjoint of A കാണണം നമുക്ക്. അപ്പോൾ അതിന് adjoint of A കാണാൻ നമുക്ക് കോഫാക്ടേഴ്സ് കാണണം. ഓർഡർ 3 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കാണാൻ കോഫാക്ടേഴ്സ് കണ്ട് കോഫാക്ടർ മെട്രിക്സ് എഴുതി അതിൻ്റെ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ആണ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോസ് കോഫാക്ടർ കാണാൻ 2 മെത്തേഡ് നിങ്ങൾക്കറിയാം, ഷോർട്ട് കട്ട് മെത്തേഡും അല്ലാത്തൊരു മെത്തേഡും കൂടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ അല്ലാത്ത മെത്തേഡ് ഉപയോഗിക്കാം, ഫസ്റ്റ് പഠിച്ച മെത്തേഡ് ഉപയോഗിക്കാം. ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചും കാണാം നമുക്ക്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നു ഞാൻ. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ കാണാൻ, ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ A11 ആണ് അതിൻ്റെ കോഫാക്ടർ, ഈക്വൽ ടു അത് വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കി 2 - 3 എന്ന് വരും, ദാറ്റ് ഈസ് -1. ഇത് രണ്ടും കൂട്ടി നോക്കുമ്പോൾ ഈവൺ നമ്പർ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് അത് തന്നെ എഴുതിയാൽ മതി, -1 എഴുതുക. അടുത്ത എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അപ്പോൾ A12 ഈക്വൽ ടു അത് വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കി 2 × 2 4 - 4 × -1 -4 4 -4 എന്നുള്ളത് 4 + 4 8 വരും. ഇനി ഈ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഒറ്റ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ഒരു മൈനസ് ചേർക്കണം, ഇരട്ട സംഖ്യയാണെങ്കിൽ ആ നമ്പർ അതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ ഇത് ഒറ്റ സംഖ്യയാണ് വരുന്നത്, അപ്പോൾ 8 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്ത് എഴുതുക, -8. അടുത്ത നമ്പർ ഫസ്റ്റ് റോ തേർഡ് കോളം A13 ഈക്വൽ ടു
2 into -3 -6 -4 that is -10. ഇത് ഈവൺ നമ്പർ ആയതുകൊണ്ട് അത് തന്നെ എഴുതിയാൽ മതി. അടുത്തത് ഈ നമ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, അതായത് A21 ഈക്വൽ ടു -4 -9 -4 + 9 എന്ന് വരും. ദാറ്റ് ഈസ് 5 എന്ന് കിട്ടും. ഇനി 21 എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ സംഖ്യയാണ്, അപ്പോൾ ഒരു മൈനസ്. A21 ഈക്വൽ ടു -5. അടുത്തത് A22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം ഒഴിവാക്കി ബാക്കി 6 - 12 -6 എന്ന് കിട്ടും. ഇത് ഈവൺ നമ്പർ ആയതുകൊണ്ട് അതേ നമ്പർ തന്നെ എഴുതുക. അടുത്ത A23 എന്ന് പറയുന്നത് -9 -8, അതായത് -9 + 8 എന്നുള്ളത് -1 എന്ന് കിട്ടും. ഇത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അതിനൊരു മൈനസും കൂടി ചേർക്കുക, അപ്പോൾ -1 എന്നുള്ളത് 1. അടുത്തത് A31 ഈക്വൽ ടു തേർഡ് റോയും ഫസ്റ്റ് കോളം ഒഴിവാക്കിയാൽ 2 - 3 -1 വരും. ഇത് ഈവൺ നമ്പർ ആയതുകൊണ്ട് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഈവൺ നമ്പർ 4 ആണ് വരുന്നത്. ഈവൺ നമ്പർ ആയതുകൊണ്ട് അത് തന്നെ എഴുതുന്നു. അടുത്ത A32 എന്ന് പറയുന്നത് തേർഡ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കിയാൽ -3 -6, അപ്പോൾ -9 എന്ന് വരും. 32 എന്നുള്ളത് 3 + 2 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് 9. അടുത്ത A33 എന്ന് പറയുന്നത് 3 - -4 3 + 4 7 എന്ന് വരും. ഇങ്ങനെയാണ് കോഫാക്ടേഴ്സ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുക, ഈ കോഫാക്ടേഴ്സ് ഒരു മെട്രിക്സ് ആക്കി മാറ്റി എഴുതണം. കോഫാക്ടർ മെട്രിക്സ് ഈക്വൽ ടു ഫസ്റ്റ് റോ എന്ത് എഴുതുക, -1 -8 -10, സെക്കൻഡ് റോ -5 -6 1, തേർഡ് റോ -1 9 7. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് കാണണം, അതാണ് നമ്മുടെ അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഫോർ അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ റോസും കോളംസും മാറ്റി എഴുതണം. അതായത് ഫസ്റ്റ് റോയ്ക്ക് പകരം ഫസ്റ്റ് കോളം. അപ്പോൾ ഫസ്റ്റ് റോ മാറ്റി എഴുതുക, -1 -8 -10 ഫസ്റ്റ് കോളമാക്കി, -5 -6 1 എന്നുള്ളത് സെക്കൻഡ് കോളം, -1 9 7 എന്നുള്ളത് തേർഡ് കോളം. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടി. ഇനി A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. അപ്പോൾ അതിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് -17 ആണ്. therefore A ഇൻവേഴ്സ് ഈക്വൽ ടു 1 / -17 ഇൻറ്റു മാട്രിക്സ് -1 -5 -1 -8 -6 9 -10 1 7. therefore x ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു ബി ഈക്വൽ ടു A ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഇതാണ് A ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുന്നത് മെട്രിക്സ് 8 1 4 ആണ്. ഇനി ഈ മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയും ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്താൽ -8 -5 -4. ഔട്ട്സൈഡ് ഒരു 1 / -17 അതേപോലെ എഴുതുക. അടുത്ത സെക്കൻഡ് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8 × 8 -64 -6 × 1 -6 9 × 4 +36. തേർഡ് റോയും ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്താൽ -81 +28. ഇത് ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം -17, രണ്ടാമത്തെ -34 കിട്ടും, മൂന്നാമത്തത് -51. ഓരോന്നിനെയും -17 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 / -17 ആണുള്ളത്. ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 3 എന്ന് കിട്ടും. അതായത് XYZ ആണ് 1 2 3. therefore x ഈക്വൽ ടു 1, y ഈക്വൽ ടു 2, z ഈക്വൽ ടു 3. അടുത്ത ക്വസ്റ്റ്യൻ, the sum of 3 numbers is 6. If we multiply third number by 3 and add second number to it, we get 11. By adding first and third, we get the double of the second number. Represent it algebraically and find the number using matrix method. ഇതിൽ 3 നമ്പേഴ്സിൻ്റെ സം, അതായത് ഇത് നമുക്ക് മെട്രിക്സ് മെത്തേഡ്, അതായത് ഇപ്പം നമ്മൾ ചെയ്തു വന്ന അതേ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇക്വേഷൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരുന്നില്ല. നമ്മളിത് ഈ കണ്ടീഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഇക്വേഷൻസ് കൂടി ഇതിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതിൽ ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത് 3 നമ്പേഴ്സ്, അതിൻ്റെ സം 6 ആണ്. അപ്പോൾ 3 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പർ x, രണ്ടാമത് y, മൂന്നാമത് z എടുക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, x + y + z = 6. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ 3 അൺനോൺസ് ഉള്ളതുകൊണ്ട് എന്തായാലും എത്ര ഇക്വേഷൻസ് നമുക്ക് വേണ്ടി വരും, 3 ഇക്വേഷൻസ് വേണ്ടി വരും. എക്സും വൈയും സെഡും ആണുള്ളത്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കാം നമുക്ക്. ഇഫ് വി മൾട്ടിപ്ലൈ ദ തേർഡ് നമ്പർ ബൈ 3, അതായത് മൂന്നാമത്തെ നമ്പർ സെഡ് ആണ്, സെഡിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ആഡ് സെക്കൻഡ് നമ്പർ ടു ഇറ്റ്, രണ്ടാമത്തെ നമ്പർ അതിനോട് ആഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ നമ്പർ y. അപ്പോൾ y + 3z
we get 11. That is y plus 3z equal to 11. അതിൽ x എന്ന് വരുന്ന ടേം ഇല്ല, അതായത് 0x ആണ്. അടുത്തത് by adding first and third we get the double of the second number. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് x, മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് z. അപ്പോൾ എക്സും സെഡും ആഡ് ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ നമ്പറിൻ്റെ ഡബിളാണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് സെറ്റ്. ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആഡ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് സെറ്റ് ഈക്വൽ ടു ഡബിൾ ഓഫ് ദി സെക്കൻഡ് നമ്പർ എന്നുള്ളത് 2y. ദാറ്റ് ഈസ് എക്സ് മൈനസ് 2y പ്ലസ് സെഡ് ഈക്വൽ ടു 0. അത് ഈ മൈനസ് 2y എന്നുള്ളത് 2y ലെഫ്റ്റ് സൈഡ് പോകുമ്പോൾ മൈനസ് 2y വരും. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് എഴുതാനുള്ള കാരണം നോക്കുക, ഇത് ആദ്യം നമ്മൾ എക്സ് ആണ്, എല്ലാ ഇക്വേഷനിലും ആദ്യത്തെ നമ്പർ എക്സ് വരുന്നതാണ് ആദ്യം എഴുതിയത്, രണ്ടാമത് y വരുന്ന ടേം, മൂന്നാമത് സെഡ് വരുന്ന ടേം. ആ ഓർഡറിൽ തന്നെ എഴുതണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ മെട്രിക്സ് ശരിയായിട്ട് കിട്ടൂ, അല്ലെങ്കിൽ മാറുള്ളൂ. അപ്പോൾ നമുക്ക് ആ മെട്രിക്സ് എഴുതാം. ഫസ്റ്റത്തെ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു 6 എന്നായിരുന്നു. അപ്പോൾ എക്സ് അതിലെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് 1 1 1. രണ്ടാമത്തതിൽ വൈ പ്ലസ് 3z എന്നാണ്, അതിൽ എക്സ് ഇല്ല, അപ്പോൾ 0 പ്ലസ് 0 1 3. മൂന്നാമത്തേതിൽ എക്സ് മൈനസ് 2y പ്ലസ് സെറ്റ് എന്ന് പറയുമ്പോൾ 1 മൈനസ് 2 1. ഇനി എക്സ് ഈക്വൽ ടു മെട്രിക്സ് എക്സ് വൈ സെറ്റ്. ബി ഈക്വൽ ടു മെട്രിക്സ് 6 11 0. Now determinant of A using first column നമുക്ക് ചെയ്യാം. 1 into 1 minus minus 6 plus 0 plus 1 into 3 minus 1 equal to 9 എന്ന് കിട്ടും. ഇപ്പോൾ നോൺ സീറോ ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനും കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ്. നമുക്കിതിൻ്റെ കോഫാക്ടർ കാണണം. അഡ്ജോയിൻ്റ് ഓഫ് എ കാണണമെങ്കിൽ നമുക്ക് കോഫാക്ടർ വേണം. കോഫാക്ടർ മെട്രിക്സ് കാണാനുണ്ട്. അപ്പോൾ കോഫാക്ടർ കാണാനായിട്ട് ഓരോന്നിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിക്കാം നമുക്ക്. A11 ആദ്യത്തെ കോഫാക്ടർ. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഒഴിവാക്കി ബാക്കി 1 മൈനസ് മൈനസ് 6, ദാറ്റ് ഈസ് 1 പ്ലസ് 6 7 എന്ന് കിട്ടും. അതേ നമ്പറാണ് എഴുതേണ്ടത്. അടുത്തത് രണ്ടാമത്തെ നമ്പർ A12 ഈക്വൽ ടു ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കി, അപ്പോൾ 0 മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് 3 വരും. 1 2 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ, 1 പ്ലസ് 2 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഒരു മൈനസ് കൂടി, അപ്പോൾ 3 എന്ന് വന്നു. അടുത്തതിൻ്റെത് കോഫാക്ടർ A13, അപ്പോൾ 0 മൈനസ് 1 എന്നുള്ളത് മൈനസ് 1 എന്ന് കിട്ടി. അടുത്തതിൻ്റെത് A21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കി 1 മൈനസ് മൈനസ് 2, ദാറ്റ് ഈസ് 1 പ്ലസ് 2 3 എന്ന് വരും. A21 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഒരു മൈനസ് കൂടി, അപ്പോൾ മൈനസ് 3. അടുത്തത് A22 എന്ന് പറയുന്നത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം ഒഴിവാക്കിയാൽ 1 മൈനസ് 1 0. അടുത്ത A23 സെക്കൻഡ് റോ തേർഡ് കോളം ഒഴിവാക്കിയാൽ മൈനസ് 2 മൈനസ് 1 എന്നുള്ളത് മൈനസ് 3. 2 3 എന്നുള്ളത് 2 പ്ലസ് 3 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഒരു മൈനസ് കൂടി, അപ്പോൾ 3. അടുത്ത A31 തേർഡ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കിയാൽ 3 മൈനസ് 1 2. അടുത്ത A32 തേർഡ് റോ സെക്കൻഡ് കോളം ഒഴിവാക്കി 3 മൈനസ് 0 3. ഇനി 32 എന്ന് പറയുന്നത് 3 പ്ലസ് 2 ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് ഒരു മൈനസ് കൂടി, അപ്പോൾ മൈനസ് 3. A33 എന്ന് പറയുന്നത് തേർഡ് റോ തേർഡ് കോളം ഒഴിവാക്കുക, ബാക്കി 1 മൈനസ് 0 1 3 ആണ് കോഫാക്ടേഴ്സ് വരുന്നത്. ഈ കോഫാക്ടേഴ്സിനെ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് ആക്കി മാറ്റി എഴുതുന്നു. കോഫാക്ടർ മെട്രിക്സ് ഈക്വൽ ടു ആദ്യത്തെ 3 എണ്ണം ഫസ്റ്റ് റോ, അടുത്ത 3 എണ്ണം സെക്കൻഡ് റോ, ലാസ്റ്റ് 3 എണ്ണം തേർഡ് റോ ആയിട്ട് എഴുതുക. 7 3 മൈനസ് 1 മൈനസ് 3 0 3 2 മൈനസ് 3 1. ഇനി അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. ഇപ്പോൾ ഫസ്റ്റ് റോ 7 3 മൈനസ് 1 എന്നുള്ളത് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ മൈനസ് 3 0 3 എന്നുള്ളത് സെക്കൻഡ് കോളം, മൈനസ് 3 0 3. തേർഡ് റോ 2 മൈനസ് 3 1 എന്നുള്ളത് തേർഡ് കോളം, 2 മൈനസ് 3 1. ദെൻ A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് എ 9 ആണ്. അപ്പോൾ 1/9 ഇൻറ്റു മെട്രിക്സ് ഇത് അല്ലേ, അഡ്ജോയിൻ്റ് ഓഫ് എ എന്നുള്ളത്
മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1/9 ഇൻറ്റു മാട്രിക്സ് 7 മൈനസ് 3 2, 3 0 മൈനസ് 3 മൈനസ് 1 3 1. Now x equal to a inverse into b equal to 1/9 into matrix 7 minus 3 2, 3 0 minus 3 minus 1 3 1 into matrix 6 11 0. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും മൾട്ടിപ്ലൈ ചെയ്യുക. ഈ നമ്പർ അതേപോലെ ഔട്ട് സൈഡ് എഴുതിയാൽ മതി. 1/9 ഇൻറ്റു 7 ഇൻറ്റു 6 എന്നുള്ളത് 42 മൈനസ് 33 പ്ലസ് 0. സെക്കൻഡ് റോയും ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 പ്ലസ് 0 പ്ലസ് 0. അടുത്തത് തേർഡ് റോയും ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 6 പ്ലസ് 33 പ്ലസ് 0. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ് വരുന്നത്. ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോൾ 1. അടുത്തത് 18/9 എന്നുള്ളത് 2. അടുത്തത് കിട്ടുന്നത് 27 ആണ്. 27/9 എന്നുള്ളത് 3 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എക്സ് വൈ സെഡ് ഈക്വൽ ടു 1 2 3. ദെർഫോർ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 3. ഇനി ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായി എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. +2 മാത്തമാറ്റിക്സ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചെയ്ത് നോക്കുക.